പിണറായി ചർച്ചയ്ക്ക് മേൽ ഒരു ഇരുമ്പ് കർട്ടനിടുകയാണെന്ന് ചെയ്തത്. സംഭവിച്ചത് ഇലക്ഷനിൽ തോൽവി സംഭവിച്ചത് ഞാൻ കാരണമല്ല, എന്നെ നിങ്ങൾ കുറ്റപ്പെടുത്തണ്ട, എൻ്റെ നയങ്ങളല്ല പ്രശ്നം എന്താണ്? ന്യൂനപക്ഷ വർഗീയതയാണ്. ഇപ്പോൾ ജില്ലാ കമ്മിറ്റികളാണ് ഇപ്പോൾ എന്താണ് ഈ വിലയിരുത്തലുകൾ നടത്തുന്നത്. ഇനി അത് താഴെ കമ്മിറ്റികളിലേക്ക് കൂടി പോകും. അപ്പോൾ ജില്ലാ കമ്മിറ്റികൾ തന്നെ, ഒട്ടുമിക്ക ജില്ലാ കമ്മിറ്റികളും ഈ നയത്തിനെതിരായിട്ടുള്ള ശബ്ദം ഉയർത്തി കഴിഞ്ഞിരിക്കുന്നു. പിണറായി വിജയൻ തന്നെ വീണ്ടും പ്രതിപക്ഷ നേതാവ് എന്തിനാണെന്ന് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. അങ്ങനെ കാതലായ കാമ്പുള്ള, അതായത് കഴിഞ്ഞ 10 വർഷം നടന്ന ഒരു പാർട്ടി സമ്മേളനത്തിലും ഉയരാത്ത ക്വസ്റ്റ്യൻസ് ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ചോദിക്കാനുള്ള ധൈര്യം ആളുകൾക്കുണ്ടാവുന്നു. ആളുകളത് ചോദിക്കുന്നു. പക്ഷേ ഇനി ജില്ലാ കമ്മിറ്റിയും കടന്ന് ഇനി ഏരിയ, ലോക്കൽ, ബ്രാഞ്ച് തലങ്ങളിലേക്ക് ഈ റിവ്യൂ പോവുകയാണ്. ഈ റിവ്യൂ പോകുമ്പോൾ അവിടെ നിന്ന് ഇതിലും രൂക്ഷമായ വിമർശനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കുറേ കൂടി ഗ്രൗണ്ടിൽ ഉള്ള പ്രശ്നങ്ങൾ, സംഘടനാപരമായ പ്രശ്നങ്ങൾ, ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ ജില്ലാ കമ്മിറ്റികളൊന്നും വന്നിട്ടില്ല. അത് വരിക പ്രാദേശിക ഘടകങ്ങളിലാണ്. കാരണം അവരാണ് അത് ഏറ്റവും കൂടുതൽ കൺഫ്രണ്ട് ചെയ്യേണ്ടി വന്ന ആളുകൾ. ജനങ്ങൾക്കിടയിൽ ജീവിക്കുകയും ഒന്നും ചെയ്യാനാവാതെ നിസ്സഹായരായി നിൽക്കുകയും പോലീസ് അവരുടെ തോന്നി ഒഴുകി പോവുകയും ആഭ്യന്തര വകുപ്പിന് പോലീസിന് ഒരു റോളില്ലാതിരിക്കുകയും ചെയ്തതിൻ്റെ ഇരകൾ, യഥാർത്ഥ ഇരകൾ പ്രാദേശിക തലത്തിലാണ്. അവിടെ നിന്നായിരിക്കും യഥാർത്ഥത്തിൽ പിണറായി വിജയനും ആഭ്യന്തര വകുപ്പിനെതിരായിട്ടുള്ള രൂക്ഷമായ വിമർശനം ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് എന്ത് ചെയ്യാണ് പിണറായി? ആ ചർച്ചയ്ക്ക് മേൽ ഒരു ഇരുമ്പ് കർട്ടനിടുകയാണെന്ന് ചെയ്തത്. സംഭവിച്ചത് ഇലക്ഷനിൽ തോൽവി സംഭവിച്ചത് ഞാൻ കാരണമല്ല, എന്നെ നിങ്ങൾ കുറ്റപ്പെടുത്തണ്ട, എൻ്റെ നയങ്ങളല്ല പ്രശ്നം എന്താണ്? ന്യൂനപക്ഷ വർഗീയതയാണ്. എക്സ് ഓർ വൈ എന്ത് പേരൂട്ടതിന് വിളിച്ചോട്ടെ, ന്യൂനപക്ഷ വർഗീയതയാണ് അതിന് കാരണം എന്ന് പറയുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ആലോചിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇത്രയും മോശമായൊരു തോൽവി LDF ഉണ്ടാവുക, CPM സീറ്റുകൾ നഷ്ടപ്പെടുക, CPM കോട്ടകൾ എന്നറിയപ്പെടുന്ന മണ്ഡലങ്ങളിൽ പാർട്ടി അനുഭാവികളും പാർട്ടി സഖാക്കളും ഉൾപ്പെടെ UDF വോട്ട് ചെയ്യുക, അവർ ജയിക്കുക. ഇത് CPM ചരിത്രത്തിലില്ലാത്തതാണ്. ഇതിലും മോശമായ തോൽവിയൊക്കെ CPM ഉണ്ടായിട്ടുണ്ട്, നമ്മൾ ആലോചിക്കുക. പക്ഷേ പാർട്ടി കോട്ടകളിൽ സഖാക്കൾ എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത് പാർട്ടിക്ക് ഒരു മെസ്സേജ് കൊടുക്കുന്നത് എൻ്റെ ഓർമ്മയിലില്ല. അങ്ങനെ ഒരു സംഭവം എത്ര തോൽവി ഉണ്ടായാലും ഒലിച്ചു പോകാത്ത കോട്ടകൾ CPM ഉണ്ടായിരുന്നു. ആ കോട്ടകളാണ് ഒലിച്ചു പോയിട്ടുള്ളത്.